ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ ഹരീഷ് നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ഹരീഷ്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് മനുഷ്യനും ഈ മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം. അത് വലിയ തോതിൽ ഒരു വലിയ കൂട്ടം ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് PV അൻവർ MLA ഈ വിഷയം പരിഹരിക്കാൻ ഒരു കർമ്മ പരിപാടി രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ഒരു ഹർജിയുമായി എത്തുന്നത്. നമ്മൾ ഈ ഇടപെടലിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഏതു തരത്തിലുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമായി നമ്മുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത്? ഏതായാലും കേരളത്തിലെ വന്യജീവി മനുഷ്യർ തമ്മിലുള്ള സംഘർഷം കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. കാരണം വനമേഖല എന്ന് പറയുന്നത് തുടർച്ചയാണ്. നമുക്കറിയാം, തമിഴ്നാട്, കർണാടക വനമേഖലയുടെ തുടർച്ചയായിട്ട് മാത്രമാണ് കേരളത്തിൽ വനമുള്ളത്. അതുകൊണ്ട് തന്നെ ആനകളുടെ കാര്യത്തിലായാലും കടുവയുടെ കാര്യത്തിലായാലും മറ്റു ജീവജാലങ്ങളുടെ കാര്യത്തിലായാലും ഈ പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പോപ്പുലേഷന്റെ എണ്ണം എടുക്കുന്നത് പോലും നമുക്ക് നാഷണൽ ലെവലിലുള്ള സെൻസസുകളിലൂടെയാണ് സാധ്യമാകുക. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഒറ്റപ്പെട്ട നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അത് കൺകറന്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള യൂണിയൻ ലിസ്റ്റിൽ യൂണിയന്റെ അണ്ടറിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പഴയതുപോലെ ഏതെങ്കിലും സർക്കുലറുകൾ ഇറക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവുകൾ പാസാക്കിയോ മാത്രം നൽകാൻ കഴിയുന്ന ഒന്നല്ല. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരിക്കുകയാണ് കാര്യം. അപ്പൊ നമുക്ക് കൃത്യമായ പഠനങ്ങൾ വേണം. നമുക്ക് ഊഹാപോഹങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത്. ആനകളുടെ എണ്ണം കൂടി, കടുവകളുടെ എണ്ണം കൂടി എന്നൊക്കെ ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയാണ്. വാസ്തവം അതല്ല എന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ഞാൻ നോക്കിയപ്പോ 3-4 സംസ്ഥാനങ്ങൾ, കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേക അതോറിറ്റി രൂപീകരിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. ചില രാജ്യത്ത് മൊത്തത്തിൽ നോക്കിയാൽ കുറവുള്ള ചില മൃഗങ്ങൾ പക്ഷേ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ കൂടുതലാണ്. അപ്പൊ അതിനെ കള്ളിങ് നടപ്പാക്കേണ്ടി വരും. ചിലപ്പോൾ സെലക്റ്റീവായിട്ട് നമുക്ക് കൊല്ലേണ്ടി വരും, ചിലപ്പോൾ പിടിച്ചു മാറ്റേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിൽ ഓരോ വിഷയം വരുമ്പോഴും അരിക്കൊമ്പൻ വരുമ്പോൾ അതിനെതിരായി കോടതികളിൽ പോകുന്നു, അല്ലെങ്കിൽ സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷൻ തകരാറിലാവുന്നു. ഈ ഓരോ മൃഗം ഇറങ്ങുമ്പോഴും ഈ പ്രശ്നം വഷളാക്കുന്നതിന് പകരം സമഗ്രമായ ഒരു പദ്ധതി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. 1972 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഈ കാര്യത്തിൽ ആദ്യമായിട്ടൊരു പോളിസി ഉണ്ടാക്കുന്നത്. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസി നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. എന്നാൽ ആ പോളിസി റിവൈസ് ചെയ്യേണ്ട സമയം 72 സാഹചര്യമല്ല 2024. ഒറ്റ കുഴപ്പമേ ഉള്ളൂ എനിക്കിതിനകത്ത്. സുപ്രീം കോടതിയിൽ നേരിട്ട് സമീപിച്ചത് ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ്. ആർട്ടിക്കിൾ 32 അനുസരിച്ച് പോയ കേസുകളിലെല്ലാം ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അരിക്കൊമ്പന്റെ കേസുകളിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടുള്ള സുപ്രീം കോടതി ഹർജികളൊക്കെ സുപ്രീം കോടതി ആ കാര്യത്തിൽ ഹൈക്കോടതികളെ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല ഈ കാര്യത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു MLA തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ പോയത് നല്ല കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ കാര്യം. അതുകൊണ്ട് കേരള ഹൈക്കോടതിക്ക് മാത്രമായി ഒരു ഇടപെടൽ സാധ്യമല്ല. കർണാടകയിലെ ഫോറസ്റ്റിലെ കാര്യങ്ങളൊക്കെ അപ്പൊ അത് എഫക്റ്റീവായി സുപ്രീം കോടതിയെ ധരിപ്പിക്കുകയാണെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അധികാരം മാത്രമല്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ധാരണ കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കാതെ ഒരു പക്ഷേ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ വയനാടിന്റെ കാര്യം മാത്രം എടുത്താൽ മതിയല്ലോ. അവിടെ തമിഴ്നാടും ഉണ്ട്, കർണാടകവും ഉണ്ട്. 2 സംസ്ഥാനങ്ങളുമായി നമ്മൾ അതിർത്തി പങ്കിടുകയാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ അപ്പുറത്തേക്ക് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോയത്. തീർച്ചയായിട്ടും അതൊരു നല്ല പോയിന്റാണ്. JD ലാൽ കേസിലാണെന്ന് തോന്നുന്നു 93 സുപ്രീം കോടതി പറഞ്ഞത്. അതായത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും സംസ്ഥാനങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് അധികാരം മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. സെക്ഷൻ 3 നമ്മൾ അങ്ങനെ വായിച്ചെടുക്കണം. 3-ം വകുപ്പ് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ 3-ം വകുപ്പ് നമ്മൾ ഉത്തരവാദിത്വമായി വേണം വായിച്ചെടുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വിധിന്യായമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. നമുക്ക് സാധാരണക്കാരുടെ ചെലവിൽ ഇനി വന്യജീവി സംരക്ഷണം ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരുടെ ജീവന്റെ ചെലവിൽ ഒരു കാരണവശാലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സ്ട്രാറ്റജികൾ പുനർനിർവചിക്കേണ്ട ആവശ്യമുണ്ട്. ആ കാര്യത്തിൽ ഒരു ഇടപെടൽ കോടതിയിൽ നിന്ന് വരികയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. വൈകിയ വേളയിലെങ്കിലും അത്തരം ഇടപെടൽ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, താങ്ക് യു ഹരീഷ് നമ്മളോട് സംസാരിച്ചത്. പരിസ്ഥിതി പ്രവർത്തകനായ ഹരീഷാണ് നമ്മളോട് ഈ വിഷയത്തിൽ സംസാരിച്ചത്. അതൊരു നല്ല കാര്യമെന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനെ വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്.